ഹലോ ഗൈസ്, അടുത്ത ദിവസം പാറുമ്പോൾ സ്കൂളിൽ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഒരു തീം എന്നോട് പാറുട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. എൻ്റെ ന്യൂ കോഡ് സെറ്റാണ്. എന്തായാലും അടുത്തേക്ക് പോകലെ വീഡിയോ എടുക്കല്ലേ, കോഡ് സെറ്റും കൂടെ കാണിച്ചാലെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ പിള്ളേർ വീട്ടിലില്ലാത്തതുകൊണ്ട് എനിക്കും കിട്ടും എപ്പോൾ വേണമെങ്കിലും പോരാ. പക്ഷേ അവർ വരുന്നേക്ക് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം. ഇത് ചെയ്യേണ്ട കുറേ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കഫേയിൽ നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തി വേഗം കുറച്ച് കട്ടിങ്സും കാര്യങ്ങളും ചെയ്ത് വെച്ച് പാറുമൂക്ക് ചെയ്യേണ്ട കുറച്ച് വർക്ക്സ് വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിള്ളേരില്ലാത്തതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേഗം ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ വെളുപ്പിന് വരെ ഇതിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ടി വരും. ഇന്നൊരു കാര്യമുണ്ട് ഗൈസ്, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 150 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള ഒരു വലിയൊരു സ്കെച്ച് പെന്നിൻ്റെ പെയിൻറ്റിൻ്റെ ഒരു ബോക്സാണിത്. അന്നിട്ട് ഒരുപാട് പേര് പറഞ്ഞു ഇതിൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാന്ന്. പക്ഷേ ഈ ഒരു വർക്കിൻ്റെ മുക്കാ ഭാഗങ്ങളും ഞാൻ ഈ പെയിൻറ്റും ഈ ഒരു സ്കെച്ച് പെന്നും യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. നിനക്ക് വേണ്ടി മാത്രമുള്ള ഞങ്ങളുടെ ത്യാഗങ്ങളടി എന്നുള്ള ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇത് കിണറിന് വേണ്ടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയുള്ള വർക്ക്സൊക്കെ പാറുമൂക്ക് കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ. ഇതൊന്നും പാറുട്ടിന് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ അവൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതുള്ളൂ. പെയിൻറ്റിങ്സും ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, വാട്ടർ റിസോഴ്സസ് ആണ് നമ്മുടെ തീം വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള കട്ടിങ്സ് ഒക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പാറു ഭയങ്കരമായിട്ട് ബെറ്റർ ആക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 വർഷം കൂടി ഞങ്ങൾ അവളെ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ പാറുട്ടിനാണ് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യേണ്ടത് കേട്ടോ. പാറുമോളുടെ 3 ഉണ്ണികൾക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതിന് ഞങ്ങളല്ല, അത് ഞങ്ങൾ പാറുവിൻ്റെ തലയിൽ ഇട്ട് കൊടുക്കും ഗൈസ്. ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള A4 ഷീറ്റ് ഉണ്ടല്ലോ, പല കളേഴ്സുള്ള A4 ഷീറ്റ് ബണ്ടിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ വില കുറവിന് കിട്ടും. അത് നിങ്ങൾ മേടിച്ച് വെച്ചോട്ടോ, കുട്ടികളുണ്ടെങ്കിൽ അതൊക്കെ ഭാവിയിൽ ഉപകാരപ്പെടും. അങ്ങനെ പാതിരാത്രി ആയപ്പോൾ നമ്മുടെ വാട്ടർ റിസോഴ്സ് സാധനം കഴിഞ്ഞ് ഗൈസ്. ഇതാണ് നമ്മുടെ ഔട്ട്. വൗ, വളരെ പ്രകൃതി രമണീയമായിരിക്കുന്നു അല്ലേ ഗൈസ്. പുല്ലും തെങ്ങും പിന്നെ മാവും ചക്കയും പ്ലാവും ആലും കിണറും വീടും നൈസ് വേലിയും, നമ്മുടെ സീ വന്നിട്ടുണ്ട്, റിവർ വന്നിട്ടുണ്ട്, പോണ്ട് വന്നിട്ടുണ്ട്, വെല്ലി വന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഒരു മൂലക്കിലായിട്ടൊരു ചാമ്പൈ പടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട്. മലയുടെ മേലയിൽ എന്താ പറയുക, കുത്തിപ്പേമാരി പോലെ പെയ്യുന്ന മഴയടക്കം നിങ്ങൾ കാണുന്നുണ്ട് ഗൈസ്. ഇത് ഞങ്ങളുടെ ഒരു കലയാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടമായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിള്ളേരുള്ളത് കൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പാറുവിൻ്റെ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ഇതിനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ കേട്ടോ.